വചനമൊഴി ഡിസംബർ 17. വചനഭാഗം എഫേസോസ് 2:1-10, മത്തായിയുടെ സുവിശേഷം 3:1-6. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ആ ദിവസങ്ങളിൽ യോഹന്നാൻ പ്രഘോഷിച്ചുകൊണ്ട് യൂദയായിലെ മരുഭൂമിയിൽ എത്തിച്ചേർന്നു. മാനസാന്തരപ്പെടുവിൻ, എന്തെന്നാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശയ്യ പ്രവാചകനിലൂടെ അരുൾ ചെയ്യപ്പെട്ടത് അവനെ കുറിച്ചാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാതകൾ നേരെയാക്കുവിൻ. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. ജെറുസലേമിലും യൂദയ മുഴുവനിലും ജോർദാന്റെ ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളിലും നിന്നുള്ളവർ അവന്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചു. ഈശോയിൽ സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചത് സ്നാപക യോഹന്നാന്റെ പ്രഘോഷണത്തെക്കുറിച്ചുള്ള വിവരണമാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദം എന്നാണ് സ്നാപകനെ കുറിച്ച് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ആളുകൾ വരുമ്പോൾ അതിനു മുൻപേ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്ന രീതി ഉണ്ടായിരുന്നു. ഇന്നും നമുക്ക് അക്കാര്യം അറിയാം. പ്രധാനപ്പെട്ട ആളുകൾ കടന്നു വരുന്നതിന് മുൻപ് അനൗൺസ്മെന്റ് വാഹനങ്ങൾ പോകാറുണ്ട്. വരവിനെ അറിയിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നു. അതുപോലെ മിശിഹായുടെ വരവിന് മുൻപ് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയ ഒരു അനൗൺസ്മെന്റ് വാഹനം പോലെയാണ് സ്നാപക യോഹന്നാനെ തിരുവചനം അവതരിപ്പിക്കുന്നത്. ആന്ധ്ര സുവിശേഷമായ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയും, താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കും. സ്നാപകന്റെ ദൗത്യമായി പറഞ്ഞത് അതാണ്. എന്നാൽ നമ്മൾ പാലസ്തീനായിലേക്ക് നോക്കിയാൽ ഒരു കുന്നും മലയും സ്നാപകൻ വന്ന് നിരത്തിയില്ല, ഒരു വളഞ്ഞ വഴിയും നേരെയാക്കിയില്ല. മറിച്ച് സ്നാപകൻ ചെയ്തത് മിശിഹായെ സ്വീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കുന്നും മലകളും ഇല്ലെന്നാക്കുക, വളഞ്ഞ വഴികൾ നേരെയാക്കുകയാണ്. മിശിഹായെ സ്വീകരിക്കുന്നതിന് തയ്യാറാക്കുകയാണ്. അപ്രകാരം സ്നാപകൻ പ്രഘോഷിച്ചു കഴിഞ്ഞപ്പോൾ ധാരാളം ആളുകൾ സ്നാപകന്റെ വാക്ക് കേട്ട് മാനസാന്തരപ്പെടുകയും തങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഭവത്തിന് തടസ്സങ്ങളായി നിന്ന കുന്നും മലകളും ഇല്ലെന്നാക്കുകയും തങ്ങളുടെ പാതകൾ നേരെയാക്കുകയും ചെയ്തുകൊണ്ട് ദൈവാനുഭവത്തിലേക്ക്, മിശിഹായെ സ്വീകരിക്കുന്നതിലേക്ക് കടന്നു വരികയാണ്. ഈ ക്രിസ്തുമസ് ആചരിക്കുന്ന ദിവസങ്ങളിൽ സ്നാപകനെ പോലെ ദൈവത്തിൻ്റെ വചനം നമ്മെ ക്ഷണിക്കുന്നു. ഈശോയെ സ്വീകരിക്കുന്നതിന് തടസ്സങ്ങളായി നിൽക്കുന്ന, പ്രതിസന്ധികളായി നിൽക്കുന്ന കുന്നും മലകളും ഇല്ലെന്നാക്കുവാനും ഈശോയിൽ നിന്ന് അകറ്റുന്ന വളഞ്ഞ വഴികൾ നേരെയാക്കുവാനും തിരുവചനത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ പരസ്നേഹ പ്രവൃത്തികളിലൂടെ, പരിത്യാഗ പ്രവൃത്തികളിലൂടെ വിശുദ്ധമായ ജീവിതം നയിച്ച് ഈശോയെ അനുഭവിക്കുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹായെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.